ഹലോ എവരിവൺ, വെൽക്കം ടു ചാനൽ മലയാളി കപ്പൽ. ഞാൻ കൃഷ്ണൻ. ഇന്നത്തെ വീഡിയോയിൽ UK NHSലേക്കും അതുപോലെ തന്നെ അയർലൻഡിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നതിൻ്റെ അപ്ഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ എവിടേക്കാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നതെന്ന് കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഇതും ജസ്റ്റ് കുറച്ച് പോസ്റ്റ് അല്ലെങ്കിൽ വാക്കൻസീസിന് മാത്രമായിട്ട് വന്നിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ് ആണ്. അതൊന്ന് ലണ്ടനിലേക്കുള്ളതാണ്, അത് തിയേറ്റർ നഴ്സസിൻ്റെ റോളിലേക്കുള്ള വാക്കൻസീസ് അല്ലെങ്കിൽ പൊസിഷൻസ് ആണ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ കൂടുതലും അയർലൻഡിലേക്ക് തന്നെയാണ്, അയർലൻഡിലേക്ക് അതുപോലെ തന്നെ മിഡ്വൈഫറിയും അതുപോലെ മെൻ്റൽ ഹെൽത്തിലേക്കുള്ള അയർലൻഡിൻ്റെ വാക്കൻസീസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പറയുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ CV-യും നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS-ൻ്റെ സ്കോഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ വരുന്ന ഓഗസ്റ്റിലേക്കാണ് തിയേറ്റർ നഴ്സസ് ലണ്ടൻ്റെ ഇൻ്റർവ്യൂസ് നടക്കുന്നത്. ഓഗസ്റ്റ് 6 അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അയർലൻഡിലേക്കുള്ള ഇൻ്റർവ്യൂസിൻ്റെ ഓഗസ്റ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ചിലതിൽ ഡേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുമില്ല. സോ ഹോപ്പ്ഫുള്ളി ചിലപ്പോൾ കൂടുതൽ വാക്കൻസീസ് ഉണ്ടായിരിക്കാം. എനിവേ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഞാൻ അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ മലൂനസിംഗ് കപ്പിളിൻ്റെ വാട്സപ്പ് ചാനലിലാവട്ടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാവട്ടെ എപ്പോഴും ഇതേപോലത്തെ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ അറിയിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഷോർട്ട് വാക്കൻസീസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം ആര് കാണുന്നു അല്ലെങ്കിൽ എത്ര പേര് ആദ്യം അപ്ലൈ ചെയ്യുന്നു അവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റിയിൽ പോവുക. പിന്നെ അതിനകത്ത് കർശനമായിട്ടുള്ള കറക്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ആദ്യം നമുക്ക് NHSൻ്റെ വാക്കൻസിയിലോട്ട് പോകാം. NHSലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് തിയേറ്റർ നഴ്സസിൻ്റെ റോളിലേക്കാണ്. തിയേറ്റർ നഴ്സസ് ലണ്ടനിലേക്കാണ്. അത് മെയിനായിട്ട് ഒരു ഓർത്തോപീഡിക് തിയേറ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ വേറെ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ OET IELTS ക്ലിയർഡ് ആണ്, അല്ലെങ്കിൽ വിത്തിൻ വാലിഡിറ്റി പീരീഡിൽ നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങളുടെ NMC രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ CBT കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV-യും നിങ്ങളുടെ OET സ്കോർ ഷീറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ താഴെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അവരുടെ വെബ്സൈറ്റിൽ അവർ നേരത്തെ ഒരു 3 days മുന്നേ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ് വെബ്സൈറ്റിൽ നിന്ന്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐഡിയിലേക്ക് ഒന്ന് അയച്ചു നോക്കാം എന്തായാലും. ബിക്കോസ് അവർക്ക് വാക്കൻസീസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോപ്പർ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കറൻലി 24 months, മിനിമം 24 months എങ്കിലും ഒരു അക്യൂട്ട് ബെഡ് ഏരിയ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് കറണ്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് മിനിമം 24 months ആണ് പറഞ്ഞിരിക്കുന്നത്, 2 വർഷമാണ്. ഓക്കെ, അതല്ലാതെ നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്ന് മാറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഇമെയിൽ കാണാം, അതൊരു പ്രോപ്പർ റിജക്ഷനാണ്. അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ കണ്ട ഉടനെ തന്നെ റിപ്ലൈ ചെയ്തൊരു സംഭവമാണിത്. കാര്യം അവർക്ക് 24 months അവർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസിലോട്ട് കയറാം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതുപോലത്തെ ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ കോമ്പീറ്റൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കവേർഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലത്തെ റിജക്ഷൻസ് ഉണ്ടാവും. കാര്യം ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം റീഇംബേഴ്സ്മെൻറ്റ് കിട്ടി നേരത്തെ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂസ് ഇപ്പോൾ വളരെ കുറവാണ്. ഇത് ജസ്റ്റ് ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ എത്രയോ ആപ്ലിക്കൻസ് കാണും ഇതിനകത്ത്. അതുകൊണ്ടായിരിക്കണം അവരിപ്പോൾ ഓൾറെഡി ആ വെബ്സൈറ്റിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 3 days മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ CVs അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇതിനകത്ത് നിങ്ങളുടെ OETയുടെ IELTSൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം തന്നെ അവർ റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് റീലൊക്കേഷൻ പാക്കേജസ് കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ NMCയുടെ രജിസ്ട്രേഷൻ ഫീസ് ആവട്ടെ, നിങ്ങളുടെ ഫ്ലൈറ്റ്സിൻ്റെ ഫീസ് ആവട്ടെ, നിങ്ങളുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളാവട്ടെ, അങ്ങനെ ഒരുപാട് റീലൊക്കേഷൻ്റെ പാക്കേജസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. നല്ലൊരു പാക്കേജ് തന്നെയാണ്. സാധാരണ നമ്മുടെ എങ്ങനെയാണോ നേരത്തെ UK NHSൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്നത് അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു കേറ്റ് കൗഹിഗിൻ്റെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ അവർ NHS ലണ്ടനിലേക്ക് ഈ ഒരു ഓർത്തോപീഡിക് തിയേറ്റേഴ്സ് അല്ലെങ്കിൽ തിയേറ്റേഴ്സിൻ്റെ വാക്കൻസീസിലോട്ട് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ അയച്ചിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ അയച്ചിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്മിൻ ടീമിനെ കോൺടാക്ട് 3 daysൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അസിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡഡ് ആവാം. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അയർലൻഡിൻ്റെ വാക്കൻസി. അയർലൻഡിൻ്റെ ഒരുപാട് വാക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ NMBയുടെ രജിസ്ട്രേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അയർലൻഡിൻ്റെ സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കാര്യം ഒരു കംപ്ലീറ്റ് ഫ്രീസ് ആയിരുന്നു നേരത്തെ. ആൻഡ് ഇപ്പോൾ ഈ ഒരു കേറ്റ് കൗഹിഗ് ആണെങ്കിലും ഒരുപാട് നല്ല ഏജൻസീസ് ആണെങ്കിലും നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർ കുറച്ചും കൂടെ ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഇവരുടെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യണം. നോർമലി ഒരു ഏജൻസീസിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ഇല്ല. പക്ഷേ ഇപ്പം അത്രയും കട്ട് ഷോർട്ടായിട്ട് വാക്കൻസീസ് ഒന്നും വരാത്തതുകൊണ്ടാണ് ഇവരുടെ ഒരു ഇൻ്റർനാഷണൽ ഹെൽത്ത് റിക്രൂട്ടേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു വാക്കൻസി വന്നപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ എത്തിക്കാം എന്ന് വിചാരിച്ചത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു NMBയുടെ വാക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഏതൊക്കെ വാക്കൻസീസ് എവിടേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ
ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫീച്ചേർഡ് ജോബ്സിനകത്ത് സ്റ്റാഫ് നഴ്സ് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അയർലൻഡിലേക്ക്. നിങ്ങളുടെ CV അല്ലെങ്കിൽ IELTS-ൻ്റെ OET സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൺലൈൻ ഇൻ്റർവ്യൂസ് അവർ August 2024 ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡേറ്റ്സ് അനൗൺസ് ചെയ്തിട്ടുള്ളതിനകത്ത് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മെൻ്റൽ ഹെൽത്തിൻ്റെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. ഇതർ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് മെൻ്റൽ ഹെൽത്തോ അല്ലെങ്കിൽ സൈക്കാട്രിക് നഴ്സിംഗ് ആയിരിക്കണം. മസ്റ്റ് ഹാവ് അപ്ലൈ ടു NMBA സൈക്കാട്രിക് ഡിവിഷൻ ഓർ ബി എലിജിബിൾ ടു അപ്ലൈ ആയിരിക്കണം. പിന്നെ വാലിഡ് OET ഓർ IELTS സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. മിനിമം 6 years ഓഫ് അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് റിക്വയർഡ് ഇൻ 200-bed ഹോസ്പിറ്റൽ. പിന്നെ കറണ്ട് എക്സ്പീരിയൻസ് 11 സ്പെഷ്യാലിറ്റീസ്, അതായത് സൈക്കാട്രിക് എക്സ്പീരിയൻസ് തന്നെ കറണ്ടായിട്ട് നിങ്ങൾക്ക് വേണം. പക്ഷേ മെയിൻ തിങ് മിനിമം 6 വർഷത്തെ അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, വളരെ കുറച്ച് ഷോർട്ട് ആൾട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻസ് ഉള്ളത്. പക്ഷേ ഈ ഒരു എലിജിബിൾ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്തായാലും. പിന്നെ ബെനിഫിറ്റ്സ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എത്ര യൂറോ ആണ് നിങ്ങൾക്ക് ആനുവൽ ഇൻകം വരുന്നത്? 35,419 to 53,318 per annum ആണ്, ബേസ്ഡ് ഓൺ യുവർ ഇയർ ഓഫ് എക്സ്പീരിയൻസ്. ആൻഡ് അഡീഷണൽ പേ ഫോർ ഷിഫ്റ്റ് ഡിഫറൻഷ്യൽസ് ഓരോ മാറുന്നത്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റോ ബാങ്ക് ഹോളിഡേയ്സോ ഒക്കെ എടുക്കുന്നതനുസരിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാറും. പിന്നെ പെർമനൻറ്റ് ഫുൾ ടൈം കോൺട്രാക്ട്സ് അവൈലബിൾ ആണ്. 24 days ആനുവൽ ലീവ് ആണ് ഇതിനകത്ത് വരിക. പ്ലസ് 10 പബ്ലിക് ഹോളിഡേയ്സ് വരുന്നുണ്ട്. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും നിങ്ങളുടെ റീലൊക്കേഷൻ പാക്കേജായിട്ട് അവർ 4,710 euro ആണ് അവൈലബിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് അവർ തന്നെ നിങ്ങളെ കൊണ്ടുവരാനും ബാക്കി കാര്യങ്ങളും മീറ്റ് ചെയ്യുകയും അതിനകത്ത് പ്രോപ്പർ പ്ലേസിലേക്ക് കൊണ്ടുപോയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം പറയുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. പിന്നെ എല്ലാ കാര്യങ്ങളും ഫുൾ റിക്രൂട്ട്മെൻറ്റ് സപ്പോർട്ടും ഇവരുടെ തന്നെ കേറ്റ് കൗഹിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ മെമ്പേഴ്സ് തന്നെ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ക്ലിയർ ആയിട്ട് ഇവർ ഇതിനകത്ത് ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട്, ഇവർ ഒരു രീതിയിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ചാർജസോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യത്തില്ല. ഫീസ് എഴുതിയിട്ടുണ്ട്. KCI ഡസ് നോട്ട് ചാർജ് എനി റിക്രൂട്ട്മെൻറ്റ് ഫീ ടു കാൻഡിഡേറ്റ്സ് ആൻഡ് ഓൾ കാൻഡിഡേറ്റ്സ് ആർ ഇൻ്റർവ്യൂഡ് ബിഫോർ റിസീവിംഗ് എ ജോബ് ഓഫർ ഫ്രം എ ഹോസ്പിറ്റൽ ഓർ സർവീസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തിൻ്റെ വാക്കൻസിയാണ്. സോ ഇത് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ 6 years എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്റ്റാഫ് നഴ്സിൻ്റെ മിഡ് വൈഫ് MSc OB-GYN അയർലൻഡിലേക്കുള്ള വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഡബ്ലിനിലേക്കാണ്. അപ്പോൾ ഇതും വന്നിരിക്കുക വെച്ചാൽ നിങ്ങളുടെ CV IELTS OET കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ MSc ക്വാളിഫിക്കേഷൻസും എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഓൺലൈൻ ഇൻ്റർവ്യൂസ് ഓഗസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ എക്സാക്ട് ഡേറ്റ് പറയുന്നില്ല. പക്ഷേ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് MSc ഇൻ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ആയിരിക്കണം. വാലിഡ് OET ഓർ IELTS സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മിനിമം 6 years ആണ് ഇവിടെയും പറയുന്നത്. അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും ഒരു 200-bed ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം വേണമെന്നും എടുത്ത് പറയുന്നുണ്ട്. NMBA ആപ്ലിക്കേഷൻ ഇൻ പ്രോസസ് ആയിരുന്നാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. ബെനിഫിറ്റ്സ് സെയിം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമൗണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഇതാണ്. ലീവിൻ്റെയും റീലൊക്കേഷൻ പാക്കേജും കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക ഇമെയിലിലേക്ക് പ്രോപ്പറായിട്ട്. CV കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇൻ്റർവ്യൂസ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ UK-ലേക്കുള്ള ഇൻ്റർവ്യൂസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ നമ്മൾ 3 days കൊടുത്തിട്ടുള്ളത്, അതുപോലത്തെ പ്രിപ്പറേഷൻ തന്നെയാണ് ഈ അയർലൻഡിലേക്കുള്ള ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അസിസ്റ്റൻസോ കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പ്രീവിയസ് വീഡിയോസ് റെഫർ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇല്ല നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡഡ് ആവാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ MNCയുടെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. സോ ദാറ്റ് പെട്ടെന്ന് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും, അതായത് ഇതെല്ലാം ഇമ്മീഡിയറ്റ് ഡിപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ NHS ലണ്ടൻ്റെ ഒരു 3 days മുന്നേ പോസ്റ്റ് ചെയ്ത് വിത്തിൻ 1 day അവർ അത് മാറ്റി അതിനകത്തുനിന്ന്. കാര്യം നമ്മൾ ഇന്നലെ വാട്സപ്പ് ചാനൽ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു എത്രയോ പേരാണ് അത് അപ്ലൈ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നാണ് വീഡിയോ ഇടുന്നത്. വീഡിയോ ഇടാനായിട്ട് ഞാനിത് വെബ്സൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അവർ ആ പോസ്റ്റ് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തു. പക്ഷേ ഓൾറെഡി നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ആർക്കാണ് ഇമെയിൽ അയക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം NHS ലണ്ടൻ ആണെങ്കിലും. ഓക്കെ. പിന്നെ വരുന്ന രണ്ടും എന്ന് പറയുന്നത് നിങ്ങൾ UK-ലോ EU-ലോ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ ഏത് യൂറോപ്യൻ യൂണിയൻ്റെയോ അല്ലെങ്കിൽ UK-ലോ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ് നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഇത് നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കില്ല എന്തായാലും, ബിക്കോസ് നിങ്ങൾ ആ ഒരു പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം. ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെയിം പാക്കേജ് തന്നെയാണ്, ബാക്കി ഒരു ഡിഫറൻസും ഇല്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവർ എടുക്കുന്നത് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ടു ബി ഹോൾഡ് EU ഓർ UK പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിരിക്കണം. അപ്പോൾ അത് നോൺ EU അല്ലെങ്കിൽ നോൺ UK പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിലായിരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ അതിനകത്ത് എലിജിബിൾ ആയിട്ട് വരും. അപ്പോൾ അത് എലിജിബിൾ അല്ലാത്തതുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലത്തെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുഞ്ഞു ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. യൂട്യൂബ് ചാനലാണെങ്കിലും വാട്സപ്പ് ചാനലാണെങ്കിലും. വാട്സപ്പ് ചാനലിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഉണ്ട്, അതിലേക്കായിരിക്കും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അതിനകത്ത് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ CVs കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്, ക്രൂ
ക്രൂഷ്യലാണ്. നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇന്ന് വരും നാളെ വരും എന്ന് വെച്ചിട്ട് മേ ബി ഓക്കെ എൻഡ് ഓഫ് ഇയറിൽ വരുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിലായിരിക്കാം കുറച്ചും കൂടെ ഫ്ലറിഷ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് റിക്രൂട്ട്മെൻറ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അങ്ങനെ ഒരു ഡിസിഷൻ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞാൽ ഇവിടെ 24 months എക്സ്പീരിയൻസ് അവർ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ 24 months ആവാത്തവരോ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലോ ഒന്നും അവരെടുക്കാൻ പോകുന്നില്ല ഇതിനകത്ത്. ആ ഒരു ഇമെയിലാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. കാര്യം കറണ്ട് ആയിട്ടുള്ള മിനിമം 24 months അക്യൂട്ട് ബെഡഡ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് ഈവൻ ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡ്. ഏകദേശം മോർ ദാൻ ഒരു 15,000 20,000 നഴ്സസോ ഇപ്പോൾ ഏകദേശം ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവട്ടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി ആ കോമ്പറ്റേറ്റീവായിട്ട് ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ സർവൈവ് ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോബിന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാം. അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല, ഇൻ്റർവ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വിഷമിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിൽ നിന്ന് ആ ഒരു ഹോപ്പ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നല്ലൊരു എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഏരിയയിലോട്ടോ നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടോ വർക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ കറൻ്റ് നല്ലൊരു ജോബിലുണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്യാതിരിക്കുക, അതിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരു പ്രോപ്പർ ജോബ് ഓഫറോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ റെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ നോക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇതേപോലെ ഓരോ വീക്ക്ലിയോ മന്ത്ലിയോ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങൾ ഈ ഒരു 3 പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് കാര്യം ഉറപ്പ് വരുത്തുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മളെല്ലാം തന്നെ പ്രോപ്പർ സപ്പോർട്ട്, നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യും. ഈ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ നമ്മൾ അത്രയും ഒരു ബുദ്ധിമുട്ടി ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സും സ്പാം ആയിട്ടുള്ള ആൾക്കാരും വന്ന് കാശ് ചോദിച്ച് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാം, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ തരും. അതിലൊന്നും പോയി അബദ്ധങ്ങളിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് നോക്കുക. കാര്യം ഇപ്പോൾ ഇതിനകത്ത് ഇവർ ക്ലിയർ ആയിട്ട് പറഞ്ഞ പോലെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയും അയർലൻഡിലേക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഫീസോ ചാർജസോ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള കോമൺ ചാർജസ് എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിലും നിങ്ങളുടെ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾക്ക് അവരെ പ്രയോറിറ്റൈസ് ചെയ്യാനോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ അബദ്ധത്തിൽ നിങ്ങളൊന്നും ചാടാതിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മാക്സിമം ആൾക്കാർ മലയാളികളെ പറ്റിക്കാനായിട്ട് മലയാളികൾ തന്നെയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതുവരെയും നിങ്ങൾ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ പാസ്. കാര്യം ഈ ഒരു സർട്ടൺ റിക്വയർമെൻറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവരുടെ OET IELTS ഒക്കെ എക്സ്പയർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഉപയോഗമായിരിക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി UK ആണെങ്കിലും ശരി അയർലൻഡ് ആണെങ്കിലും ശരി ഒരു ക്രൈറ്റീരിയാസ് ഒരു മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്രയും വേഗം തന്നെ അവരുടെ ഡിപ്ലോയ്മെൻറ്റ് ബാക്കിയുള്ള വിസ പ്രോസസ്സിങ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂ അപ്ഡേറ്റോ അല്ലെങ്കിൽ ബാക്കി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.